ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ 2 ദിവസമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 1 യോഹന്നാൻ 2 15, 16, 17 വാക്യങ്ങളാണ്. അതിൽ ലോകമയത്വം എന്താണ് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് എന്താണ് ലോകത്തിലുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് എന്ന കാര്യത്തെപ്പറ്റി കണ്ടു. 15, 16 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ജഡമോഹം എന്താണ് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് കൺമോഹം എന്ന് പറയുന്ന ലസ്റ്റ് ഓഫ് ദ ഐസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്താണ് ലസ്റ്റ് ഓഫ് ദ ഐസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? കൺമോഹം എന്ന് പറയുമ്പോൾ വസ്തുവകകളോട്, വ്യക്തികളോട് വരുന്ന ഒരു ആഗ്രഹമാണ് കൺമോഹം എന്ന് പറയുന്നത്. കാണുന്നതും ഒരു ഇക്വേഷൻ പോലെ പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്നതും കാണിക്കാൻ കഴിയുന്നതുമായ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളോടുള്ള ആഗ്രഹമാണ് ഈ കൺമോഹം എന്ന് പറയുന്നത്. അപ്പം നമുക്കില്ലാത്തൊരു കാര്യത്തെ മറ്റുള്ളവരിൽ കാണുമ്പോൾ, അത് വസ്തുവകകളാകാം, അവരുടെ അവരുപയോഗിക്കുന്ന ആക്സറീസോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഡ്രസ്സുകളോ അവരുപയോഗിക്കുന്ന വാഹനങ്ങളോ അങ്ങനെ എന്തുമാകാം, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ്, അവരുപയോഗിക്കുന്ന മേക്കപ്പ് കാര്യങ്ങൾ, ഇതിൽ എന്തുമാകാം. മറ്റുള്ളവരിൽ നിന്ന് ആകൃഷ്ടരായി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടി നമ്മൾ മെനക്കെടുന്ന കാര്യത്തെയാണ് നമ്മൾ കൺമോഹം എന്ന് പറയുന്നത്. അത് ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറിക്ക് അപ്പുറത്തായി നമ്മളൊരു വ്യക്തിയിൽ ആകൃഷ്ടരായാലും അത് കൺമോഹമായിട്ട് അല്ലെങ്കിൽ അത് ലസ്റ്റ് ഓഫ് ദ ഐസ് ആയിട്ടാണ് ദൈവം പറയുന്നത്. അപ്പം നമുക്കിപ്പം മറ്റുള്ള വ്യക്തികളിൽ കാണുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കില്ല. ഇപ്പം നമ്മളൊരു ഒരു 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 വിശ്വാസിയുടെ വീട്ടിൽ പോയി, അപ്പം അവർക്ക് നീഡായിരിക്കുന്ന ഒരു വാഹനമായിരിക്കില്ല നമുക്ക് വേണ്ടി വരുന്നത്. അപ്പം പക്ഷേ നമുക്ക് അതിനോടുള്ളൊരു ആഗ്രഹം തോന്നുന്നു, മറ്റുള്ളവരെ പോലെ ആകുവാനായിട്ട് നമുക്ക് തോന്നുന്നു. അതിനു വേണ്ടി നമ്മൾ പണം ചിലവഴിക്കുന്നു. അപ്പം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്ത് പണം ചിലവഴിക്കുന്നതിനും സമയം ചിലവഴിക്കുന്നതിനൊക്കെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ദൈവത്തിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. അപ്പം നമ്മുടെ കണ്ണ് കണ്ട് ആഗ്രഹിക്കേണ്ടതിൻ്റെ അപ്പുറം ആഗ്രഹിച്ചുകൊണ്ട് അത് സ്വന്തമാക്കാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് കൺമോഹം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തെ കണ്ടു, നമുക്ക് തോന്നിയ കൊള്ളാം, അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് തെറ്റല്ല. അത് ഏത് മനുഷ്യനും നമുക്കൊരു ചിന്ത വന്നു പോകുന്നില്ല. പക്ഷെ ആ ചിന്തയെ താലോലിച്ച് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്താണ് അത് പാപമായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ സൗന്ദര്യത്തെ ഒരു പരിധിയിൽ കൂടി നമ്മൾ ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നത് തെറ്റില്ല. പക്ഷേ അത് ആസ്വദിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന കുട്ടികളാകുമ്പോൾ നമ്മളൊരു ഓപ്പോസിറ്റ് സെക്സിലുള്ളൊരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തിയുടെ സൗന്ദര്യം ഒന്ന് കണ്ടു, ആ കൊള്ളാമെന്ന് പറയുന്നത് തെറ്റല്ല. എന്നാൽ ആ വ്യക്തി മുന്നിലോട്ടെടുത്ത് ആ വ്യക്തിയെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതൊരു പാപമായിട്ട് മാറുന്നത്. അതുപോലെയാണ് എന്ത് കാര്യങ്ങളും നമ്മുടെ കണ്ണിൻ്റെ ദൈവം വെച്ചിരിക്കുന്ന ബൗണ്ടറിക്ക് അപ്പുറത്തായി നമ്മൾ കണ്ട് ആഗ്രഹിച്ചത് എനിക്ക് വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥലത്താണ് നമ്മൾ പാപികളായിട്ട് മാറുന്നത്. അതാണ് ലസ്റ്റ് ഓഫ് ദ ഐസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലസ്റ്റ് ഓഫ് ദ ഐസ് വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്കതിൽ രക്ഷപ്പെടാനായിട്ട് പറ്റും? നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഒരു സാധനത്തെ കണ്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് നീഡാണ്, എനിക്കത് ആവശ്യമുള്ള കാര്യമാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക്. ഇനി ഈ നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുമ്പോൾ അത് ദൈവഹിതമാണോ, ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യം ദൈവഹിതമാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കണം, കൺമോഹം എന്ന് പറയുന്ന കാര്യം പാപമാണ്. ആ പാപത്തെ നമ്മൾ ഒരിക്കലും ഉള്ളിൽ കൊണ്ടു നടക്കാനായിട്ട് പാടില്ല. അപ്പോൾ ആ ദൈവത്തോട് തെറ്റാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഈ ലസ്റ്റ് ഓഫ് ആയുസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.